ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 41ാം സംസ്ഥാന സമ്മേളനം ഡിസംബർ 16-17 തീയതികളിൽ കൊച്ചി കലൂർ ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മത്സരങ്ങൾ, പ്രദർശനം, ട്രേഡ് ഫെയർ, ഫോട്ടോഗ്രാഫി ക്ലാസുകൾ, പൊതുസമ്മേളനം എന്നിവയും എക്സലൻസി ഇൻ ഫോട്ടോഗ്രാഫി അവാർഡ് 2025, ഫോട്ടോഗ്രാഫേഴ്സ് ഓഫ് ദി ഇയർ 2025 അവാർഡ് വിതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. 41ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് രജീഷ് എയുടെ അധ്യക്ഷതയിൽ നടന്ന സംസ്ഥാന സമ്മേളന വിളംബര ജാഥ ആലുവ MLA അൻവർ സാദത്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസംബർ 15 സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയാന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച പതാക പ്രയാണം സമ്മേളന നഗരിയിൽ വെച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി പതാക ഏറ്റുവാങ്ങി. സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി, ട്രഷറർ ഉണ്ണി കൂവോട്, സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ, സംസ്ഥാന PRO ബാബു അലിയാസ്, സാന്ത്വനം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് KK, ജനറൽ കൺവീനർ NK ജോഷി, സ്വാഗത സംഘം ചെയർമാൻ രജീഷ് AA, ജനറൽ കൺവീനർ മിനോഷ് ജോസഫ്, സ്വാഗത സംഘം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ എൽദോ ജോസഫ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പറഞ്ഞു. കേരളത്തിനകത്ത് 14 ജില്ലകളിലെ 123 മേഖലകളിലൂടെ 449 യൂണിറ്റ് കമ്മിറ്റികളിലൂടെ ഈ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. അതിന്റെ 41ാം സംസ്ഥാന സമ്മേളനം രൂപം കൊണ്ട ഈ ഒരു എറണാകുളത്ത് തന്നെ അതിന്റെ 41ാം സംസ്ഥാന സമ്മേളനം എത്തിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അത് 15, 16, 17 തീയതികളിലാണ് അതിന്റെ സംസ്ഥാന സമ്മേളനം ഗോകുലം പാർക്കിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. നാളെ രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുന്നു. വിവിധ കമ്പനികളുടെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ സ്റ്റാളുകളുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം 10 മണിക്ക് അവിടെ നടക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട സംസ്ഥാന ട്രഷറർ ശ്രീ ഉണ്ണി കൂവോട് അവர்களാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് നടന്ന ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മത്സരത്തിന്റെ പ്രദർശനം നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജെയ്സൺ ഞൊങ്ങണിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് നമ്മുടെ പ്രകടനം സമ്മേളന നഗരിയിൽ നിന്ന് ആരംഭിച്ച് പൊതുസമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് സാറാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പൊതുസമ്മേളനത്തിൽ ഏറെ ബഹുമാനപ്പെട്ട MLA-മാരായിട്ടുള്ള ശ്രീ TJ വിനോദ് അവർ, അതുപോലെ തന്നെ ശ്രീമതി ഉമ തോമസ്, അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീനിച്ചൻ MLA അവര് പങ്കെടുക്കുന്നതായിരിക്കും. നമ്മുടെ കോർപ്പറേഷൻ മേയർ ശ്രീ M അനിൽകുമാർ അദ്ദേഹവും അതിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഈ വർഷത്തെ എക്സലൻസി അവാർഡ് വയനാട് ജില്ലയിൽ നിന്നുള്ള അസിം കോമാച്ചി എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ഫോട്ടോഗ്രാഫി മേഖലയ്ക്ക് തന്നിട്ടുള്ള സമഗ്രമായ സംഭാവനകളെ മുൻനിർത്തിക്കൊണ്ടാണ് അസിം കോമാച്ചിക്കാണ് ഒരു എക്സലൻസി അവാർഡ് കൊടുക്കുന്നത്. ഈ 17-ാം തീയതി നമ്മുടെ പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് DSP ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പ്രവർത്തന വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വർഷമാണ്. ഞങ്ങളുടെ സ്ഥാപക നേതാവായിട്ടുള്ള സ്ഥാപക പ്രസിഡന്റായിട്ടുള്ള ശ്രീ ജോസഫ് ചെറിയാൻ സാറിന്റെയും സ്ഥാപക ജനറൽ സെക്രട്ടറി ശ്രീ സാരംഗവാണി സാറിന്റെയും നാമധേയത്തില് 2 ഭവനങ്ങൾ പണിതു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. കേരളപ്പിറവി ദിനത്തില് ഞങ്ങൾ ഒരു ഭവനം എറണാകുളം ജില്ലയിലെ കോതമംഗലം മേഖലയിലെ എൽദോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞങ്ങൾ ഒരു വീട് പണിതു കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരു വീട് പണിതു കൊടുത്തത് ശ്രീ രാജൻ എന്ന് പറയുന്ന വ്യക്തിക്കും വീട് പണിതു കൊടുത്തു. ഇന്ന് ഞങ്ങളുടെ അംഗങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഞങ്ങളുടെ സംഘടനയ്ക്ക് തന്നെ വെൽഫെയർ ഫണ്ട്, അതുപോലെ തന്നെ സാന്ത്വനം പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന അംഗങ്ങൾ ആ പദ്ധതിയിൽ നിന്ന് ഒരു അംഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ 100 രൂപ സമാഹരിച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. 3 വർഷമായി ഞങ്ങളത് തുടങ്ങിയിട്ട് 2023 തുടങ്ങിയതാണ്. 23, 24, 25 ഈ ഇവിടെ വരെ എത്തുമ്പോൾ ഏകദേശം 10 കോടിയിൽ താഴെ രൂപ ഞങ്ങൾ സമാഹരിച്ച് 123 കുടുംബങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻഷുറൻസ് പദ്ധതി, കാരണം 17,159 അംഗങ്ങളുള്ള ഈ സംഘടന ഈ ഫോട്ടോഗ്രാഫി മേഖലയ്ക്കകത്ത് തൊഴിലെടുക്കുന്നവരുടെ ഏറെ അവർക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ എടുത്തു പോകുന്ന ഒരു സംഘടനയാണ്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മത്സരത്തിന്റെ അനൗൺസ്മെന്റ് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. പുലർകാലം എന്ന വിഷയത്തിൽ 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഷിഹാബ് വാരസി എറണാകുളം, മലപ്പുറം. 2ാം സമ്മാനം ജോഷി മഞ്ഞിമൽ എറണാകുളം. 3ാം സമ്മാനം ധവനീഷ് കണ്ണൂർ. പ്രോത്സാഹന സമ്മാനങ്ങൾ സിബി വെള്ളരിക്കുണ്ട് കാസർഗോഡ്, സതീഷ് ശങ്കർ തിരുവനന്തപുരം, നെൽസൺ വർഗീസ് എറണാകുളം,
സുനിൽ കൂളൂർ പാലക്കാട്, ശ്രീജിത്ത് നീലായി കാസർഗോഡ്. അതുപോലെ വീഡിയോഗ്രാഫി മത്സരം ഷോർട്ട് ഫിലിമായിട്ടാണ് നമ്മൾ ഒരു മത്സരം സംഘടിപ്പിച്ചത്. അതിന് വിഷയം കൊടുക്കുന്നത് ലഹരി എന്നുള്ള ഒരു വിഷയമായിരുന്നു. അതിൽ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഉണർവ് എന്ന ടൈറ്റിലിനോട് കൂടി പങ്കെടുത്ത ജോസഫ് കെ വി തൃശ്ശൂര്. രണ്ടാം സമ്മാനം ടൈറ്റിൽ കാഴ്ചപ്പാട് വിനോദ് കെ വി എറണാകുളം. മൂന്നാം സമ്മാനം അശ്വതി പ്രദീപ് ഇടുക്കി. പ്രോത്സാഹന സമ്മാനം ലഭിച്ചിട്ടുള്ളത് പൊകേര പ്രജിത്ത് കണ്ണൂരിൽ നിന്നുള്ള ആളാണ്. അടുത്തത് മറ്റൊരിടം രമേശ് കെ പി കണ്ണൂർ. കളേഡ് വിങ്സ് ദിജീഷ് കെ പി കണ്ണൂർ. ചക്രവ്യൂഹം ബിജു എം വി കണ്ണൂർ. ഗന്ധം ലിബിൻ ടി കെ തിരുവനന്തപുരം എന്നിവർക്കാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്